ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ് വേൾഡ്. ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് നമ്മുടെ ഫിലോഡെൻഡ്രൻ സെല്ലം ആണ്. നമുക്ക് ഒരുപാട് സ്റ്റോക്കുണ്ട്. 1 ഫീറ്റ് മുതൽ 8 ഫീറ്റ് വരെയുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കുണ്ട്. ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടാലോ? നമ്മുടെ ഗാർഡൻ സ്പേസിലായാലും ഇൻഡോർ സ്പേസിലായാലും ഒരു ജംഗിൾ വൈബ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ ഫിലോഡെൻഡ്രം സെല്ലം. അതുമാത്രമല്ല, ഈ ഫിലോഡെൻഡ്രത്തിൻ്റെ ഈ ലീവ്സ് കണ്ടോ, സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന ലീവ്സാണ്. അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ലീഫ് ഫിലോഡെൻഡ്രം എന്നും ഇതിനൊരു പേരുണ്ട്. ഒരു പേരും കൂടെ ഉണ്ട്, ട്രീ ഫിലോഡെൻഡ്രം. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വളരാനും നല്ല ബുഷിയാവാനും ഹൈറ്റ് വയ്ക്കാനും ഒക്കെ പറ്റുന്നൊരു ഫിലോഡെൻഡ്രം ആയതുകൊണ്ടാവാം ഇതിനെ ട്രീ ഫിലോഡെൻഡ്രം എന്നും അറിയപ്പെടുന്നു. നമ്മളെ ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഈ പ്ലാന്റ്സിന് കുറച്ച് ഗ്ലോസ് നൽകുമായിരിക്കും. അതുകൊണ്ട് തന്നെ സൺലൈറ്റിൽ ഔട്ട്ഡോറിലായാലും ഇൻഡോറിലായാലും സൺലൈറ്റ് ഇതിനൊരു ആവശ്യ ഘടകമാണ്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ഹൈറ്റിലുള്ള പ്ലാന്റ്സിനെ കാണാം. ഇത് നമ്മുടെ സെല്ലം, ഫിലോഡെൻഡ്രം സെല്ലത്തിൻ്റെ എബൌട്ട് 2 ഫീറ്റ് വരുന്നൊരു പ്ലാന്റാണ്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. നല്ല ബുഷിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഗ്ലോസ് ആയിട്ടുള്ള ലീവ്സാണ്, നല്ല ഗ്രീനിഷാണ്. നമ്മൾ ഇൻഡോർ പ്ലേസിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഒതുങ്ങിയിരിക്കുന്ന ഒരു സൈസിലുള്ള പ്ലാന്റ്. 2 ഫീറ്റ് വരുന്ന, അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ 4 ഇല്ല, ഒരു 3 ഫീറ്റ് വരുന്ന പ്ലാന്റ് ഉണ്ട് ഫിലോഡെൻഡ്രം സെല്ലത്തിൻ്റെ. അത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. 4 ഫീറ്റ് ഹൈറ്റ് വരുന്ന നല്ല പ്ലാന്റാണ്. നോക്കി, 4 ഫീറ്റ് വരുന്ന നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്. നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി തന്നെ നമുക്ക് സ്റ്റോക്കുണ്ട്. ഈ 4 ഫീറ്റിൻ്റെ മാത്രമല്ല, നമ്മുടെ നേരത്തെ കാണിച്ചില്ലേ ഈ 2 ഫീറ്റ് വരുന്ന ഈ സെയിം പ്ലാന്റും ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്കുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു 4 ഫീറ്റ് 5 ഫീറ്റ് വരുന്ന പ്ലാന്റിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള നല്ല തിക്കാണ് റൂട്ടഡ് പ്ലേസ് വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ്. നല്ല ലാർജ് പ്ലാന്റ്, ലാർജ് ലീവ്സൊക്കെ വരുന്നത്. ഒരു ഏരിയ കവർ ചെയ്യും ഈ ഒരു പ്ലാന്റ് തന്നെ. അതും നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ തന്നെ സ്റ്റോക്കുണ്ട്. ഇനി ഈ ഫിലോഡെൻഡ്രം സെല്ലത്തിൻ്റെ ഒരു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ലാർജ് പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. എബൌട്ട് ഒരു 8 ഫീറ്റൊക്കെ ഹൈറ്റ് വരുന്ന നമ്മുടെ ഇപ്പോഴുള്ള സ്റ്റോക്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയില്ലേ ഈ പ്ലാന്റ് കാണാൻ? കണ്ടോ, വലിയ പ്ലാന്റാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, ലീഫൊക്കെ നല്ല വലുതായിട്ടുണ്ട്. അതിൻ്റെ കണ്ടോ, ഇതാണ്ട് ഇതേപോലെ ഈ റൂട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് പ്ലാന്റിനൊരു പ്രത്യേക ഭംഗിയും ഒരു പ്രത്യേക വൈബും നൽകും. നല്ല പ്ലാന്റ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലോഡെൻഡ്രം സെല്ലത്തിൽ നമ്മുടെ സ്റ്റോക്കിലെ ലാർജ് പ്ലാന്റ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ആ ഒരു പ്ലാന്റിന് തൊട്ടടുത്ത് തന്നെ അടുത്തൊരു ഷൂട്ടും വന്നിട്ടുണ്ട്. 2 ഷൂട്ട് ചേർന്നിരിക്കുന്ന നല്ല വലിയൊരു പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് പ്ലാന്റ്. ആ ഹൈറ്റിന് കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ അടുത്ത ഒരു പ്ലാന്റും കൂടെ നമുക്ക് സ്റ്റോക്കുണ്ട്. ഇത് മാത്രമല്ല, ഇനി സ്റ്റോക്കുകളുണ്ടായിരുന്നു, എല്ലാം സെയിലായിപ്പോയി. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ലാർജ് വെറൈറ്റിയിലെ ഈ 2 എണ്ണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലോഡെൻഡ്രം സെല്ലത്തിൻ്റെ അവൈലബിലിറ്റി. ഒരുപാടുണ്ട്, ഒരു ഏരിയ നിറഞ്ഞു തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് 4 ഇഞ്ച് പോട്ടിൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ലാർജ് ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കളക്ഷനുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ന്യൂ ബീന നഴ്സറി ആൻഡ് ഗാർഡൻസിൻ്റെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേപോലുള്ള കുറേ വിവരങ്ങൾ, നമ്മുടെ നഴ്സറിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.